ഇതാണ് ലക്ഷദ്വീപിലെ ഞങ്ങളുടെ ആദ്യത്തെ പ്രഭാതം. കടലിനോട് കുറച്ച് കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് നിന്നപ്പോഴാണ് ഒരുപാട് നാളായി കഴിക്കണമെന്നാഗ്രഹിച്ച ദ്വീപുകാരുടെ സ്പെഷ്യൽ കിലാഞ്ചിയും പാലും എത്തിയത്. അതേറെ സന്തോഷത്തോടുകൂടി കഴിച്ചു നേരെ പോയത് ദ്വീപ് സവാരിക്കായാണ്. ഈ കാണുന്നത് ദ്വീപിലെ തന്നെ പഴക്കം ചെന്ന ഒരു ആൽമരവും അതിനോട് ചേർന്ന് കിടക്കുന്ന ബീച്ചുമാണ്. ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തതിന് ശേഷം പതിയെ വെള്ളത്തിലേക്ക് ഇറങ്ങി. തിര കുറവായതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചു ദൂരെ വരെ നടക്കാൻ സാധിക്കും. പെട്ടെന്ന് വെള്ളത്തിൽ എന്തോ അനങ്ങുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. നോക്കുമ്പോൾ ജീവനോടുകൂടിയുള്ള ഒരു തിരണ്ടി. കുറച്ചങ്ങ് മാറി തന്നെ സീ കുക്കുംബറും ഗ്രാപ്സസ് ഞണ്ടും ഒക്കെ ഉണ്ടായിരുന്നു. ഈ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടതിനു ശേഷം നേരെ പോയത് ദ്വീപിലെ കടൽ വെള്ളം ശുദ്ധീകരിക്കുന്ന പ്ലാന്റ് കാണാനാണ്. ഇതിന്റെ ഉള്ളിലോട്ട് അവിടുത്തെ ജീവനക്കാർക്കല്ലാതെ മറ്റാർക്കും പ്രവേശനമില്ല. ഇവിടെ നിന്നാണ് ദ്വീപിലേക്ക് കുടിവെള്ളം ശുദ്ധീകരിച്ച് വിതരണം ചെയ്യുന്നത്. അങ്ങനെ അവിടുന്ന് ദ്വീപിന്റെ നോർത്തേൺ സൈഡിലാണ് എത്തിയത്. സാധാരണ ഇവിടെ വേലിയേറ്റം ഉണ്ടാകാറുണ്ട് എന്ന് പറഞ്ഞു കേട്ട് വന്നതാണ്. പക്ഷേ ഞങ്ങൾ എത്തിയപ്പോൾ അങ്ങനെ ഒരു കാര്യമേ ഉണ്ടായിട്ടില്ല എന്ന് മനസ്സിലായി. പിന്നെ അവിടുന്ന് നേരെ പോയത് ഇവരുടെ തന്നെ വേറൊരു സ്പെഷ്യൽ വിഭവം അപ്പലും പൂരിയും കഴിക്കാനാണ്. സംഭവം കൊള്ളാം. വിഭവസമൃദ്ധമായ ഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ കയാക്കിങ്ങിനായി ബീച്ചിലെത്തി. അതും കടലിലൂടെയുള്ള കയാക്കിംഗ്. സത്യം പറഞ്ഞാൽ ഈ വാട്ടർ ആക്ടിവിറ്റീസ് എല്ലാം തന്നെ എനിക്ക് നല്ല പേടിയായിരുന്നു. അങ്ങനെ കടലിലെ ഓളപ്പരപ്പിലും ഞങ്ങൾ കയാക്കിംഗ് ചെയ്ത് നടന്നു. കയാക്കിങ്ങിന് ശേഷം ഞങ്ങൾ തിരികെ വന്ന് വിശ്രമിച്ചു. അപ്പോഴേക്കും സമയം ഏകദേശം ഇരുട്ടിയിരുന്നു. പിന്നെ ഡിന്നറും കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിലേക്ക്. ഇന്ന് രാവിലെ ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം സ്നോർക്കലിംഗ് എക്സ്പീരിയൻസ് ചെയ്യുക എന്നതാണ്. ഇതിനായി നമുക്ക് അവർ ഒരു ഡെമോ കാണിച്ചു തരും. കൂടാതെ സ്നോർക്കലിംഗ് ചെയ്യേണ്ട ടെക്നിക്കുകളും ബ്രീത്തിങ് എക്സസൈസും ഒക്കെ അവർ വളരെ വ്യക്തമായി പറഞ്ഞും പരിശീലിപ്പിച്ചും തന്നിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് റീഫ്സിന്റെ അടുത്തേക്ക് നീങ്ങി. വെള്ളം പണ്ടേ പേടിയായ എനിക്ക് ഇതൊരു പരീക്ഷണം തന്നെയായിരുന്നു. പണ്ടെപ്പോഴോ വീട്ടിലെ കുളത്തിൽ വീണത് മാത്രമേ എന്റെ ഓർമ്മയിലുള്ളൂ. അതിനുശേഷം ഞാൻ ഇപ്പോഴാണ് ധൈര്യം സംഭരിച്ച് വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത്. അതും കടലിൽ. ചില്ലറ ടെൻഷനൊന്നുമല്ലായിരുന്നു. അങ്ങനെ കടലിന്റെ മുകൾ പരപ്പിലൂടെ കടലിനടിയിലെ അതിമനോഹരമായ കാഴ്ചകളും കാണാൻ സാധിച്ചു. ഏകദേശം 2 മണിക്കൂർ ആക്ടിവിറ്റീസിന് ശേഷം ഞങ്ങൾ റൂമിൽ പോയി. പിന്നെ കുറച്ചു വിശ്രമിച്ചതിന് ശേഷം സായാഹ്ന സവാരിക്കായി ഇറങ്ങി. അപ്പോഴാണ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവർ ഫിഷിങ്ങിന് പോയി തിരിച്ചു വരുന്നത് കണ്ടത്. അങ്ങനെ വൈകുന്നേരം അവർ പിടിച്ചുകൊണ്ടുവന്ന കുറച്ച് മീനുകളെയൊക്കെ ലൈവായി ഗ്രിൽ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിരുന്നു. ഗ്രില്ലൊക്കെ ചെയ്തതിനു ശേഷം കുറച്ച് മാരിനേഷനൊക്കെ നടത്തി ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് സന്തോഷത്തോടു കൂടി അത് പങ്കിട്ട് കഴിച്ചതിനു ശേഷം തിരികെ റൂമിലേക്ക്. പിറ്റേന്ന് രാവിലെ, അതായത് ലക്ഷദ്വീപിനോട് വിട പറയുന്ന ദിവസം, ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന സ്ക്യൂബ ഡൈവിങ്ങിനായി തയ്യാറെടുത്തു. ഞങ്ങൾ നേരെ പോയത് ദ്വീപിലെ തന്നെ പ്രമുഖ യാഹൂ ഡൈവിംഗ് ക്ലബിലോട്ടാണ്. ആദ്യമേ തന്നെ ഇവിടുത്തെ രജിസ്ട്രേഷൻ ഫോമും ബാക്കി ഡീറ്റെയിൽസും ഒക്കെ നൽകിയതിനു ശേഷം ഇൻസ്ട്രക്ടേഴ്സ് നമുക്ക് ഡൈവിങ്ങിനെ പറ്റിയും എങ്ങനെ ബ്രീത്തിങ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളും വിശദമായി പറഞ്ഞു തരും. ഡൈവിങ്ങിൽ പ്രധാനമായും ഹാൻഡ് സിഗ്നൽസ് കൊണ്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറ്. ഡൈവിങ്ങിനെ പറ്റി എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചതിനു ശേഷം അവർ നമുക്ക് ട്രയൽ തരുന്നതായിരിക്കും. ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ ഏറ്റവും ക്ലിയർ ആയ വാട്ടറും കോറൽ റീഫ്സും കൊണ്ട് സമ്പന്നമാണ് ലക്ഷദ്വീപ്. പിന്നെ കടലിനടിയിലെ സ്വർഗം കാണാനായി യാത്ര തിരിച്ചു. ഇവിടെ നമ്മൾ കാണുന്നതെല്ലാം അതിമനോഹരമായ കാഴ്ചകളാണ്. വാക്കുകൊണ്ട് വർണ്ണിക്കാൻ പറ്റുന്ന ഒന്നല്ല. ഏകദേശം 20 മീറ്റർ താഴ്ചയിലാണ് ഞങ്ങൾ പോയി ഈ കാഴ്ചകളൊക്കെ കണ്ടത്. കടലിനടിയിലെ വർണ്ണവിസ്മയങ്ങൾ നമുക്ക് ക്യാമറയിൽ ഉൾക്കൊള്ളിക്കാനാവുന്നതല്ല. അങ്ങനെ സ്ക്യൂബയ്ക്ക് ശേഷം ഞങ്ങൾ നേരെ റൂമിലെത്തി ലഗേജ് ഒക്കെ പാക്ക് ചെയ്ത് നേരെ ജെട്ടിയിലെത്തി. അവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് പോകേണ്ട ഷിപ്പ് പുറം കടലിൽ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടു. അങ്ങനെ ദ്വീപിനോടും അവിടുത്തെ കുറച്ച് നല്ല മനുഷ്യരോടും യാത്ര പറഞ്ഞ് ഇനിയും ഞങ്ങൾ വരുമെന്ന് മനസ്സിലുറപ്പിച്ച് തിരികെ നാട്ടിലേക്ക്.